കൽപ്പനയ്ക്ക് വരൂ, താനീ എഴുതിയ ആൻസർ ഒന്ന് വായിച്ച് കേൾപ്പിക്കൂ. ഞാൻ നോക്കിയിട്ട് കുഞ്ചൻ നമ്പ്യാരാണോ എന്നോടോ ടീച്ചർ? എന്നോടോ? താനല്ലേ എഴുതിയത്? അല്ല, കുഞ്ചൻ നമ്പ്യാരുടെ ജനന സ്ഥലമാണ് ചോദ്യം. അല്ല ഞാൻ ടീച്ചർ ഇഞ്ചൻ ആയിരിക്കുമോ? എന്നോടോ? കമ്പ് അവിടെ വീട്ടിൽ നിന്ന് 30 അടി കൊണ്ടിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. അവിടെയുണ്ട്. അപ്പൊ എന്നെ നേർച്ചയ്ക്ക് വിട്ടിരിക്കുന്നതാണ്. അപ്പൊ കമ്പിലോട്ട് നോക്കി ടീച്ചർ, കമ്പി നോക്കേണ്ട കാര്യമില്ല ടീച്ചർ. ഒന്നുകൂടെ നമുക്കൊരു കുഞ്ചൻ നമ്പ്യാരുടെ ജനന സ്ഥലം. അപ്പം ഞാൻ കുഞ്ചൻ നമ്പ്യാരെന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. എവിടെ? അതെന്ത് തൃശ്ശൂരോ ആലപ്പുഴയോ എന്തോ ആണ്. അപ്പം കിട്ടിയ അടി. അപ്പം എനിക്ക് അടി കിട്ടുന്ന വലിയ വിഷമമാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ടൈമേ തികയില്ല. കാണിച്ചു കൊടുക്കുന്ന മൊത്തം ഞാൻ. അത് കഴിഞ്ഞ് എന്താണെന്നറിയോ? ഇപ്പം കുഞ്ചൻ നമ്പ്യാരുടെ ജനന സ്ഥലത്ത് ഈ കൂവിൻ്റെ അവിടെ ഒരു കുണുക്ക്, അക്ഷരങ്ങൾ ഇങ്ങനെ വർണ്ണം ഇങ്ങനെ മുത്തു പതിച്ചതുപോലൊക്കെ ഇടും. അതിലൊരു 2-3 മാർക്ക് എക്സ്ട്രാ ഉണ്ട്. പൊടിമൂട കൈയക്ഷരവും നല്ലതാ. എൻ്റെ അക്ഷരമാണ് എനിക്കേ മനസ്സിലാവാത്തത്. ഈ കാക്ക അവർ തന്നെ കളിയാക്കി പറയും, കാക്ക കാഷ്ടിച്ചിട്ട് കിണ്ടി ഇട്ട പോലെയാണ് എൻ്റെ അക്ഷരവും. ഇപ്പം ഇത്രയും സഹോദരങ്ങളെ ഞാൻ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, ഞാൻ റിയാക്ട് ചെയ്യും, അടിക്കും പിടിക്കും ഒക്കെ ഞാൻ ചെയ്യും. പക്ഷെ സ്കൂളിലും പുറത്തും അവരെ വേറൊരാൾ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. അവരെ വേറെ ആരും പറഞ്ഞ വീട്ടിൽ വന്ന് ഞാൻ ഇട്ടിച്ച് കലക്കും, അത് വേറെ കാര്യം. പക്ഷെ പുറത്താരും ഞാൻ കൊച്ചിയിലെന്ന് പറഞ്ഞ ഈ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഞങ്ങൾ തമ്മിൽ ആരും വിട്ടുകൊടുക്കത്തില്ല. നിങ്ങൾ തമ്മിലുള്ള ഈ കുസൃതിയൊക്കെയുള്ള മുതിർന്നു കഴിഞ്ഞു അങ്ങനായിരുന്നു. ആർട്ടിസ്റ്റായി പൊടിമോള് സൂപ്പർ സ്റ്റാറായി മുന്താണയും പിടിച്ച് കൂടെ വരുമ്പോഴും അന്നും അതെ ഒരുപോലെ ഡ്രസ്സ് എടുക്കും. അച്ഛൻ കൊച്ചിലെ അവളെടുക്കുന്നെങ്കിലും പൊടിമോൾ എടുക്കുന്നെങ്കിലും ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ അങ്ങനെ എടുക്കും. മിനിമോൾ എടുത്താലും 3 പേർക്കും അത് ഇന്നും തുടരുക. ഞാൻ എടുത്താലും ഒരുപോലെ. അതെന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന ആണുങ്ങളും അതുപോലെ അതിനൊരു കോട്ടവും ഞങ്ങളെ പിരിക്കുന്ന അങ്ങനെ ഒന്നുമില്ല. ആ വീട്ടുകാരും